വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്കപ്പോൾ ഡയറക്റ്റ് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നമ്മളിന്ന് മോർണിംഗിൽ എന്താണ് പ്ലാൻ ചെയ്തത്? നമ്മളിന്ന് മോർണിംഗിൽ പ്ലാൻ ചെയ്തത് 23,580 താഴെ അഥവാ നിഫ്റ്റി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23,500 വരെ ഒരു ടാർഗറ്റ് കിട്ടും. നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് ട്രേഡ് വർക്കൗട്ടായി, അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി. ഓക്കെ, നമ്മൾ ഇന്നലെ എന്താണ് പ്ലാൻ ചെയ്തത്? നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തത് 23,786 മുകളിൽ നിഫ്റ്റി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 23,900 വരെ ഒരു ടാർഗറ്റ് കിട്ടും. പക്ഷേ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതനുസരിച്ച് ട്രേഡ് വന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും ട്രേഡ് വന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തില്ല. ഓക്കെ, ഞാൻ ഇന്നലത്തെ കാര്യം ഇന്നിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ ഒരു പ്ലാൻ വേണം. ഓക്കെ, ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഒരു പ്ലാൻ വേണം. പ്ലാൻ ഇല്ലാണ്ട് ഒരിക്കലും ഒരു ട്രേഡ് എടുക്കുക. വിത്തൗട്ട് എ പ്ലാൻ നോ ട്രേഡ്. എക്സാമ്പിളായിട്ട് പറയണം, ഒരു നിഫ്റ്റിയിൽ നിന്ന് ഒരു 200 പോയിന്റ് അപ്പ് മൂവ്മെൻ്റ് ആണ് തന്നതെന്ന് വെച്ചോ, നമ്മൾ ഒരു 50 പോയിന്റ് ഒരു ഡൗൺ വരുമെന്നും പറഞ്ഞ് ഒരിക്കലും ഒരു ട്രേഡ് എടുക്കരുത്. കണ്ണും പൂട്ടി ഒരിക്കലും ഒരു ട്രേഡ് എടുക്കരുത്. അതാണ് ഞാൻ പറയാനുള്ളതിൻ്റെ കാരണം. കണ്ണും പൂട്ടി ഒരിക്കലും ഒരു ട്രേഡ് എടുക്കരുത്. പിന്നെ ട്രേഡിൽ ലോസ് ഒക്കെ വരും. ലോസൊക്കെ സർവ്വസാധാരണമാണ്. ലോസൊക്കെ വരും. ലോസ് വരും. പക്ഷേ ആ ലോസ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പ്ലാൻ വേണം ട്രേഡ് എടുക്കുമ്പോൾ. പിന്നെ സ്റ്റോപ്പ് ലോസ് വെക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ ഹാർഡായിട്ട് ഏൺ ചെയ്ത മണിയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അതൊക്കെ വൈപ്പ് ഔട്ടായി പോകും. മൊത്തം ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആക്കി കളയും. അപ്പോൾ ഒന്ന് പ്ലാൻ വേണം. സെക്കൻഡ് എന്താ, സ്റ്റോപ്പ് ലോസ് വെക്കാൻ പഠിക്കണം. നമ്മുടെ ലോസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. പിന്നെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. സപ്പോസ് നമ്മളൊരു 10 +1 +2 പഠിച്ച കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളെ കയ്യിൽ ഒരു 100 രൂപ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലോട്ട് വന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപ മൊബൈൽ എടുത്ത വഴിക്കോ അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എങ്ങനെയോ 100 രൂപ പോയി. നിങ്ങൾ ആ 100 വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ 100 രൂപയില്ല. നിങ്ങൾ ആ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വന്ന വഴി നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടാകാം. നിങ്ങൾ 2 ദിവസം ആ 100 രൂപയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലോസ് എടുക്കുന്നത് എത്രയാണ്? നമ്മൾ ഒരു 10,000, 5,000, 2,000 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ലോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ പോകുന്നത്? നമ്മുടെ ഈ പോകുന്നത് പ്ലാനും സ്റ്റോപ്പ് ലോസൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ലോസൊക്കെ വരുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കുക. ഈ കാര്യം ഞാൻ കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ആദ്യത്തെ ദിവസം പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനുൾപ്പെടെ ഒരു 70% ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. 70%-ൽ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു 20,000 രൂപയാണ് നിങ്ങളുടെ ഈ മാസത്തെ ക്യാപിറ്റൽ എന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ ആ ക്യാപിറ്റൽ വെച്ച് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു, ട്രേഡ് ചെയ്തു. മാസം ഉണ്ടായപ്പോൾ നിങ്ങളുടെ മൊത്തം 30,000 രൂപ നിങ്ങളുടെ ലോസ് വന്നു. സപ്പോസ് നിങ്ങൾ അവിടെ ആ കിട്ടിയ പ്രോഫിറ്റ് ഒരു 10,000 രൂപ വിഡ്രോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ലോസ് എന്ന് പറയുന്നത് വെറും 10,000 ആയി മാറിയേനെ. നിങ്ങൾ വിഡ്രോ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ ലോസ് എന്ന് പറഞ്ഞാൽ 30,000 ആയി. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്ന 30,000 ലോസ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം. നിങ്ങൾ എടുക്കുന്ന ട്രേഡിലും കോൺഫിഡൻസ് വേണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയിലും കോൺഫിഡൻസ് വേണം. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ആകാൻ പാടില്ല. ഞാൻ എടുക്കുന്ന ട്രേഡ് ഒരിക്കലും തെറ്റില്ല, പോസിറ്റീവിലേ പോകുള്ളൂ. ഞാൻ എടുക്കുന്ന ട്രേഡ് ഒരിക്കലും തെറ്റില്ല. അങ്ങനെ ഒരു മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ അതും വൈപ്പ് ഔട്ട് കളയും. നിങ്ങളുടെ ട്രേഡിന് എഗൻസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിറങ്ങുക. നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ച്, ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഞാൻ എഴുതി തരാം, നിങ്ങൾക്ക് പ്രോഫിറ്റിൽ നിൽക്കാം. നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ചാനലിൽ ഒരു ടിപ്പ് വേണ്ട, ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ടിപ്പ് വേണ്ട. ഒരു ടിപ്പില്ലാണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഞാൻ 100% പറയുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ സംസാരം കുറേ, നമുക്കപ്പോൾ ഡയറക്റ്റ് നിഫ്റ്റിയിലോട്ട് കിടക്കാം. സപ്പോസ് നാളെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തരുന്നെങ്കിൽ, ഒരു 23,786 അവിടെ നിന്ന് ഒരു റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ, റിവേഴ്സ് വന്ന് ഈ ചാനലിൻ്റെ ഉള്ളിൽ 23,700 ഉള്ളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23,562 പിന്നെ 23
500 അല്ലെങ്കിൽ ഒരു 470 ഈ റേഞ്ചിലായിരിക്കും നമ്മുടെ രണ്ട് ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത്, സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത്. ഓക്കെ, ഇത് നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 200 പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 23,725 മേളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു 23,786 മേളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23,900 24,000 ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല, എങ്കിലും ഞാൻ ഒരു ട്രേഡ് പറയാം. അഥവാ സപ്പോസ് 23 ഒരു ഈ റേഞ്ചിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയി, അതിനുശേഷം ഈ ലെവലിൽ വന്ന് ഇതേപോലെ ഒരു ഈ കാണുന്ന പോലെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഒരു ക്യാൻഡിൽ ഈ ലെവലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇത് വെക്കാം, ഫൈനൽ ടാർഗറ്റ് ഇത്. അഥവാ ഒരു ബിഗ് ഗ്യാപ് ഡൗൺ ആണ്, ഇതിന്റെ താഴെയാണ് ഗ്യാപ് ഡൗൺ എങ്കിൽ ഒരു 23,460 താഴെ ഒരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമുക്ക് 23,350 വരെ ഈ ഒരു 100 പോയിന്റ്സും നമുക്ക് ക്യാച്ച് ചെയ്യാൻ ഇതിനകത്ത് ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് എല്ലാത്തിലും മസ്റ്റാണ്, എല്ലാത്തിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. ഫസ്റ്റിന്റെ സ്റ്റോപ്പ് ലോസ് എന്താ പറഞ്ഞത്, നമ്മൾ ഇവിടെ പറഞ്ഞത് 23,725 ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ക്ലോസിങ്ങിന്റെ ഒരു 15 മിനിറ്റ് ക്ലോസിങ്ങിന്റെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, എല്ലാത്തിലും സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇറങ്ങുക.